ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ജേണൽ വിത്ത് മീ വീഡിയോ ആണ്. അത് മാത്രമല്ല, ഇത് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ കൂടിയാണ്. അപ്പോൾ ജേണൽ വിത്ത് മീ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ജേണൽസിൻ്റെ ഒരു ഫ്ലിപ്പ് ത്രൂ കാണിച്ചു തരാം. ഇതിൽ കാണിക്കുന്ന എല്ലാ ജേണൽസും നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. കുറച്ചധികം ദിവസമായി നമ്മളൊരു ജേണലൊക്കെ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. മെയിൻ റീസൺ എൻ്റെ കയ്യിൽ സപ്ലൈസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന ചാനലിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സപ്ലൈസും ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. പിന്നാണെങ്കിൽ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ ഒരു വിൻറ്റേജ് ചാനൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ആ ഒരു പരാതി തീർത്ത് കളയാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ജേണൽ ബുക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഫ്ലിപ്പ് ത്രൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ജേണലിൽ കാണിച്ചു തന്നതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് പറയാൻ മറക്കണ്ട. അപ്പം നമുക്ക് ജേണലിങ്ങിലോട്ട് കിടക്കാം. പിന്നെ മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം നിങ്ങളോട് വേറൊരു കാര്യം കൂടി ചോദിക്കാനാണ്. കുറച്ച് ദിവസം മുന്നേ ഒരു കുട്ടി സ്റ്റഡി വ്ളോഗ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബോർഡ് എക്സാംസ് ഒക്കെ വരാൻ നിൽക്കുന്നതുകൊണ്ട് ഞാൻ സ്റ്റഡി വ്ളോഗ് ചെയ്യണോ വേണ്ടിയോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റഡി വ്ളോഗ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഇനി നമുക്ക് ശരിക്കും ജേണലിങ്ങിലോട്ട് വരാം. ആദ്യം തന്നെ ഞാനൊരു ബ്രൗൺ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബ്രൗൺ പേപ്പർ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ കാണണമെന്നുള്ളവർ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബ്രൗൺ പേപ്പറിൻ്റെ സൈഡിലായിട്ട് ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡ്സിലൊരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് മുന്നേ എനിക്കുണ്ടായിരുന്ന ജേണൽ ബുക്കിൽ ഞാൻ ചെയ്തിട്ടുള്ള മിക്ക ജേണലും വിൻറ്റേജ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വിൻറ്റേജ് ജേണലിൻ്റെ ടച്ച് വിട്ടു പോകുന്നുണ്ട്. എന്തായാലും പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജേണലിനെക്കാട്ടി ഇപ്പം ഞാൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിൽവർ കളർ പേപ്പർ ഞാൻ കിറ്റ്കാറ്റ് കഴിച്ചിട്ട് അതിൻ്റെ കവർ ഉണ്ടാവില്ലേ, അതാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ജേണൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും അതിപ്പോൾ ഉപകാരപ്പെട്ടു. ഇപ്പോൾ ഈ ഒട്ടിക്കുന്ന ലേബിൾസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ആയിട്ട് കൊടുക്കാം. ഇതിനെ ലേബിൾസ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ തൽക്കാലത്തേക്ക് നമുക്കിപ്പോൾ ലേബിൾസ് എന്ന് വിളിക്കാം. പിന്നെ പബ്ലിക് എക്സാംസ് ഒക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ ഞാനിനി എല്ലാ സൺഡേസിലും വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ സൺഡേ, അതായത് ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എഡിറ്റ് ചെയ്ത് തീരാത്തതുകൊണ്ട് ഇത് നാളെ ഇടാൻ പറ്റൂ. നെക്സ്റ്റ് വീക്ക് തൊട്ട് എല്ലാ സൺഡേസിലും വീഡിയോ ഉണ്ടാവും. പബ്ലിക് എക്സാംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലോങ് വീഡിയോസും ഡെയിലി ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാം. കുറച്ചധികം ലോങ് വീഡിയോ ഐഡിയാസ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വെക്കേഷൻ ടൈമിൽ ചെയ്യാം. നമ്മുടെ ജേണൽ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് എഴുതൽ പരിപാടികൾ മാത്രമേ ബാക്കിയുള്ളൂ. ഞാനിതിൽ കുറച്ച് മോട്ടിവേഷണൽ ടൈപ്പ് കോട്ട്സും പിന്നെ കുറച്ച് പോയിൻറ്റ്സൊക്കെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. പിന്നെ അവസാനമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു പാരഗ്രാഫ് പോലെ എഴുതിയിട്ടുണ്ട്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഡീമോട്ടിവേറ്റഡ് ആയി പോകുമ്പോൾ എടുത്ത് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. മൊത്തത്തിൽ ഒരു മോട്ടിവേഷണൽ ടൈപ്പ് ജേണലാണ് ഇന്നത്തേത്. എല്ലാം എഴുതിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സൈഡിൽ ഭയങ്കര വലിയൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹെഡിങ് പോലെ സോഫ്റ്റ് സ്ട്രെങ്ത് എന്ന് കൊടുത്തു. പക്ഷെ എഴുതി വന്നപ്പോൾ അവിടെ ഫില്ലായി, ബാക്കി എഴുതാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അത് മറക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ വേറൊരു കോട്ട് എഴുതി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തു. കോട്ടല്ല, ഒരു ഹെഡിങ് ഒക്കെ പോലെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ജേണൽ. ജേണൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒന്നും മറക്കണ്ട.